കൊച്ചി താന്തോന്നി തുരുത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി ബണ്ട് നിർമ്മിക്കണം എന്ന ആവശ്യവുമായി തുരുത്ത് നിവാസികൾ രംഗത്ത്. തുരുത്ത് നിവാസികൾ കളക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിൽ തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി തേടാനാണ് തീരുമാനം. ഒരാഴ്ചയ്ക്കകം അനുമതി തേടി ബണ്ട് നിർമ്മാണം തുടങ്ങുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. ജില്ലാ കളക്ടർ MLA TJ വിനോദ്, ജിഡ ഓഫീസ് അധികൃതർ, സിയാസെഡ് ഉദ്യോഗസ്ഥൻ എന്നിവരുമായാണ് താന്തോണി തുരുത്ത് നിവാസികൾ ചർച്ച നടത്തിയത്. ഔട്ടർ ബണ്ട് നിർമ്മിക്കാനുള്ള തടസ്സങ്ങൾ നീക്കാൻ 1 മാസത്തിനകം നടപടിയെടുക്കാനാണ് യോഗത്തിൽ തീരുമാനമായത്. ഇതിനായി തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതിയാണ് ഉടൻ തേടുക. 3-4 ക്ലാരിഫിക്കേഷൻസ് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ചോദിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദ്വീപവാസികളുടെ ആവശ്യം ഒരാഴ്ചക്കുള്ളിൽ ഈ CRZ ക്ലിയറൻസ് കിട്ടണമെന്നാണ്. പക്ഷേ കളക്ടറും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചു ഈ മാസം അവസാനത്തിനുള്ളിൽ ഈ കമ്മിറ്റി കൂടി ഇതിനൊരു ക്ലിയറൻസ് തരുന്നതിനുള്ള നടപടി സ്വീകരിക്കാമെന്നുള്ള കാര്യം കളക്ടർ ഏറ്റിട്ടുണ്ട്. ഉറപ്പു പറഞ്ഞ് മടക്കി അയച്ചെങ്കിലും ആവശ്യം നിറവേറി കിട്ടാനാണ് പ്രയാസമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ആളാപായം ഉണ്ടായേക്കാം. ഇപ്പോഴും വെള്ളം കയറി കിടക്കുകയാണ്. എങ്കിലും ഇപ്പോൾ നമ്മുടെ നടപടിക്രമം അനുസരിച്ച് ഞങ്ങൾ ഒരു 10 ദിവസത്തേക്ക് ഞങ്ങളൊന്ന് വിട്ടുവീഴ്ച ചെയ്തേക്കാണ്. അപ്പോൾ അതിന് അവിടെ ഒരു റെസ്ക്യൂ ബോട്ട് ക്യാമ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ ഒരു ഡേറ്റിനുള്ളിൽ ഞങ്ങൾക്കൊരു മറുപടി കിട്ടി വർക്ക് തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ സമരരീതി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ആദ്യഘട്ടത്തിൽ 350 മീറ്റർ വീതം ഇരുവശങ്ങളിൽ ബണ്ട് നിർമ്മിക്കും. പിന്നീടാണ് മനുഷ്യവാസം കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് ബണ്ട് നിർമ്മാണം നടത്തുക. തുരുത്തിലേക്കൊരു പാലം എന്നതിലുപരി വീട്ടിലേക്ക് വെള്ളം കയറാതെ ഉറങ്ങാൻ കഴിയുക എന്നതാണ് ഇപ്പോഴിവരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.